മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് മോഡൽ എക്സാം ആരംഭിക്കുകയാണ്, ഒരു 45 ദിവസം കഴിഞ്ഞ് പബ്ലിക് എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിച്ചാലാണ്, എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ്, എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങളുടെ ഓരോ വിഷയത്തിൽ നേടാൻ പറ്റും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തോ. അതിന് നിങ്ങൾ 3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനുള്ളതിൽ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ പബ്ലിക് എക്സാമിന് ഫുൾ A+ നേടാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം നിങ്ങളോട് കാര്യം ചോദിക്കാം. സത്യസന്ധമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ പഠനം എവിടെ എത്തി? നിങ്ങൾ ദിവസം എത്ര സമയം പഠിക്കുന്നുണ്ട്, ഏതൊക്കെ സമയങ്ങളാണ് നിങ്ങൾ പഠിക്കാറ്, പഠിച്ചിട്ട് ഓരോ സബ്ജക്റ്റിലും എത്ര പെർസെൻറ്റേജ് കവർ ചെയ്തു, ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. നിങ്ങൾ എത്ര പെർസെൻറ്റേജ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എത്ര സമയം പഠിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസ്ഥ, നിങ്ങളിപ്പോൾ സ്കൂളിൽ പോവാറുണ്ടോ, സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ എന്താണ് എടുക്കുന്നത്, ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഫുൾ A+ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റാണ്. ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ പണിയെടുത്താലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ പഠിച്ചാലേ എനിക്ക് ഫുൾ A+ കിട്ടുള്ളൂ, വേറെ ആരും എന്നെ സഹായിക്കാൻ വരില്ല, എനിക്ക് വേണ്ടി ഞാൻ പഠിക്കണം, എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യണം. എന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു ചാർട്ട് പേപ്പറിൽ ഐ വാണ്ട് ഫുൾ A+ ഇൻ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ റൂമിൽ, സ്റ്റഡി റൂമിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു, ഇതേപോലെ ഒട്ടിച്ച് വെച്ചോ. അപ്പോൾ ദിവസം അത് കാണുമ്പോൾ നിങ്ങൾക്കുള്ളിൽ എനിക്ക് ഫുൾ A+ നേടണം ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് എന്താടാ, ഒരു മൈൻഡ് സെറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡീവിയേഷൻസ് അവോയ്ഡ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും എന്ത് ചെയ്യും, ഡീവിയേഷൻസ് വരും. ഇൻസ്റ്റാഗ്രാം ഒരു ഡീവിയേഷനാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ കമ്മേഴ്സിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കഥ പറയുന്നത്, അങ്ങനെ അതൊക്കെ ഡീവിയേഷൻസ് ആണ്. എല്ലാ ഡീവിയേഷൻസിനും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മാറ്റണം. നിങ്ങൾ എത്ര ചിന്തിച്ചാൽ മതി, ആര് എന്ത് പറഞ്ഞു എന്നാലും അവരൊന്നും നിങ്ങൾ എക്സാം ആൾ സഹായിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എക്സാം ആൾ സഹായിക്കുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. സോ വൃത്തിക്ക് പഠിച്ചോ, ഡീവിയേഷൻസിന് ഒഴിവാക്കി സെറ്റ് ആയിക്കോ. ഇനി എങ്ങനെ പഠിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ ഓരോ സബ്ജക്റ്റിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇതുവരെ നിങ്ങൾ പഠിച്ചു നോക്കാത്ത, ഇതുവരെ വായിച്ചു നോക്കാത്ത ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് ടഫായുള്ള ചാപ്റ്റേഴ്സാണ്. നിങ്ങൾ തീരെ മനസ്സിലാവാത്ത അല്ലെങ്കിൽ ടഫായുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാം. പിന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈസിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, വീക്കിലി 7 days ദിവസവും നിങ്ങൾ പഠിക്കണം. ഡെയിലി 5 hours മിനിമം ആണ്, മിനിമം 5 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. മോർണിംഗ് ഒരു 2 hours ഈവനിങ് ഒരു 3 hours നിങ്ങൾക്ക് പഠിക്കാം. രാവിലെ 2 മണിക്കൂറും പഠിച്ചോ, വൈകിട്ട് ഒരു 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തോ പഠിച്ചോ. പക്ഷേ വീക്കിലി 7 days ആഴ്ചയിൽ 7 ദിവസം പഠിക്കണം. അത് തന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു സാറ്റർഡേ ആൻഡ് സൺഡേ വരുന്നുണ്ട് അല്ലേ. ആ ശനി ഞായർ നിങ്ങൾക്ക് എന്താടാ പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ള സമയം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. രാവിലെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്റ്റ് പഠിച്ചോ, രാത്രി നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്തോ, ടഫുള്ള സബ്ജക്റ്റ് പഠിച്ചോ. അപ്പോൾ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈസി സബ്ജക്റ്റ് പഠിക്കുക, രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക, ടഫുള്ള സബ്ജക്റ്റ് പഠിക്കുക. ശനിയും ഞായറും നിങ്ങൾ ആ മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെ എന്തൊക്കെ പഠിച്ചോ അത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ വേണമെന്നാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ടൈം ടേബിളിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണട്ടോ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടൈം ടേബിളിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡി ടൈം ടേബിളിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. ഓരോ ദിവസം എന്തൊക്കെ പഠിക്കുന്ന കാര്യങ്ങളും ഞാനത് പറയുന്നുണ്ട്. അപ്പം ഡെയിലി 5 hours മിനിമമാണ്. നിങ്ങൾക്ക് എത്ര സമയം കൂട്ടാൻ പറ്റും അത്രയും സമയം നിങ്ങൾ കൂട്ടിക്കോ. ശനി ഞായർ നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കുന്ന ഒരു ഡീറ്റെയിൽ സ്റ്റഡി ടൈം ടേബിൾ നമ്മുടെ ചാനൽ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണട്ടോ. പിന്നെ ഒരു പ്രോപ്പർ റുട്ടീൻ വേണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, 7.5 hours സ്ലീപ്പ്. 7 മണിക്കൂർ നിങ്ങൾ ദിവസം ഉറങ്ങിയിരിക്കണം. ഏറ്റവും ബെസ്റ്റ് സമയം 10 to 5:30 എന്നുള്ള സമയം കേട്ടോ. 10 മുതൽ 5:30 വരെ എന്നുള്ള സമയമാണ് എന്ത് ഏറ്റവും നല്ലത്. അപ്പോൾ ഡെയിലി 7.5 hours നിങ്ങൾ ഉറങ്ങണം. അത് മാത്രമല്ല മോർണിംഗിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി, രാവിലെ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആണ്, ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി, ജസ്റ്റ് വാക്കിംഗ് കുറച്ച് നടന്നാൽ മതി, അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെയ്യണം. അത് മാത്രമല്ല പ്രോപ്പർ ഫുഡ് ആൻഡ് വാട്ടർ നിങ്ങൾ യഥാസമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്ത്, ലഞ്ച് കറക്റ്റ് സമയത്ത്, ഡിന്നർ രാത്രിത്തെ ഭക്ഷണം അധികം ഓവർ ആവരുത്. ഒരു 7 മണിക്ക് മുന്നെയെങ്കിലും ഒരു ലഘുവായിട്ട് പെട്ടെന്ന് ദഹിച്ച് കിട്ടുന്ന എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഫുഡുകളൊക്കെ എന്ത് ചെയ്യുക, നൈറ്റ്
ടൈമിൽ നിങ്ങൾ ഇത് കഴിക്കുക. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല, വലിയ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കളിയാക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി, പോസിറ്റീവായിട്ട് നിങ്ങളെ കൂടെ കൂട്ടുന്ന, നീ പഠിച്ചാൽ സെറ്റാവും, നിന്നെ കൊണ്ട് സാധിക്കും, അങ്ങനെ പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. അങ്ങനെ പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയം നിങ്ങൾ സംവദിക്കാൻ ശ്രമിക്കുക. പിന്നെ മനസ്സിൽ എപ്പം നിങ്ങൾ ഡീവിയേഷൻ അല്ലെങ്കിൽ നെഗറ്റീവായൊരു തോട്ടിലേക്ക് പോകാൻ മനസ്സിലെപ്പോഴും ഒരു ചിന്ത കൊണ്ടുവരിക, പഠനം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണമല്ലേ. നിങ്ങളുടെ പാരൻസിനൊക്കെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ പാരൻസ്. നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചിലപ്പോൾ അവരവരുടെ ഭക്ഷണവും യാത്രകളൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അടിപൊളിയായിട്ട് പഠിക്കട്ടെ വിചാരിച്ചിട്ടായിരിക്കും. നിങ്ങളുടെ പാരൻസിനെ ആലോചിക്കുക, അതിന് കൂടെ ഞാൻ പഠിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അത് മാത്രമല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്ത് പോകുക. അത് കണ്ടന്റ് നിങ്ങൾ ആദ്യം സെറ്റ് ആക്കണം. ഫസ്റ്റ് നിങ്ങൾ സെറ്റ് ആക്കണം കണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണ്. കണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്ത് പോകണം. പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. എജ്യൂപോന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഫുൾ A+ നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററേയും ക്ലാസ്സുകൾ, വൺ ഷോട്ട് ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫോമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ, നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സെറ്റാക്കട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് എജ്യൂപോയിന്റ് ബൂസ്റ്റർ ബാച്ചിലാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും സെറ്റാക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് എല്ലാം ഉണ്ട്. ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള ദിവസം കറക്റ്റായിട്ട് പഠിക്കാൻ. നിങ്ങൾ മടി മാറ്റി വെക്കുക. മടി എന്നുള്ളൊരു ആ ഒരു ചിന്ത തന്നെ മനസ്സ് മാറ്റി വെച്ചിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാവുക, പണിയെടുക്കാൻ തയ്യാറാവുക, എഫേർട്ട് ഇടാൻ തയ്യാറാവുക. നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ആ ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ തേടി വരും. മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കട്ടെ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.